ഈ സംഭവം പ്രസവിക്കുന്ന എന്താണെന്നുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ഭർത്താക്കന്മാർ. എങ്കിലേ ഉള്ളൂ ഭാര്യമാർ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എത്ര വേദന അനുഭവിക്കുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ശരിക്കും മെറ്റീരിയൽ എനിക്ക് 5-ാം മാസം തൊട്ടാണ് ഇവിടെ വരുന്നത്. സർജറി ഡോക്ടറെയാണ് ആദ്യം കണ്ടിരുന്നത്. കണ്ടു കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു എന്തോ അംബ്ലൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സബീല ഡോക്ടർ തന്നെ ഫസ്റ്റ് നമ്മളോട് ഒരു കൗൺസിലിംഗ് പോലെ പറഞ്ഞു, അംബ്ലൻസ് ചുമ്മാ ചെയ്യേണ്ട സാധനമല്ല എന്ന് പറഞ്ഞ് അപ്പം അവർ മനസ്സിലാക്കി തന്നു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമേ മിറ്റേരെ പറ്റി നമ്മൾ കേട്ടേക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആവും എന്നൊരു സംഭവമാണ് നമ്മൾ കേട്ടിരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരാനും അതുകൊണ്ടായിരുന്നു. പക്ഷെ നോർമലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റ സംഭവങ്ങളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പുറത്തുള്ള റൂമേഴ്സ് പോലെ അല്ല, ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള സംഭവങ്ങൾ നമുക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി. 5-ാം മാസം വന്ന് ഫസ്റ്റ് ജയ്പാൽ ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തത്. ആളെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ ആള് സംസാരിക്കുന്നത് തന്നെ സ്വന്തം മോളോട് സംസാരിക്കുന്ന രീതിയിലാണ് വൈഫിനോട് സംസാരിച്ചത്. അവർക്കത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. അവർ ഇങ്ങനെയൊക്കെ ഡോക്ടർ സംസാരിക്കും എന്നൊക്കെയാണ്. അതിന്റെ ഓരോ പ്രാവശ്യം ചെയ്തപ്പോൾ ഞങ്ങൾ രാത്രി സമയത്താണെങ്കിലും ചില സമയത്ത് ബുദ്ധിമുട്ട് വന്നായിരുന്നു. അവർക്ക് ആ സമയത്താണ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ഇവിടുത്തെ ലേബർ റൂമിലുള്ള ഡോക്ടർമാരെല്ലാം തന്നെ നല്ല ഡോക്ടർമാരാണ്. കാര്യം എപ്പോഴും മെയിൻ ഡോക്ടർ ഗൈനക്കോളജി കാണും, അവിടെ ഒരു ലേബർ റൂമിൽ കാണും. ഞങ്ങൾ 3-4 പ്രാവശ്യം വന്നപ്പോഴാണെങ്കിലും ഓരോ പ്രാവശ്യം സുജാത ഡോക്ടറായിരുന്നു, പിന്നെ ആര്യ ഡോക്ടറായിരുന്നു. അപ്പൊ എല്ലാവരും തന്നെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയുന്നതിനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഡോക്ടറിനോട് സംസാരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. നമുക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഞങ്ങൾ ആദ്യം വന്ന സമയത്താണെങ്കിലും ഫസ്റ്റ് ജയ്പാൽ ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു പനി പോലെ ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കോവിഡ് പോസിറ്റീവ് എന്നുള്ള കേസ് പറഞ്ഞു. അങ്ങനെ തന്നെ അഡ്മിറ്റ് ആയിപ്പോൾ എന്നിട്ട് പറഞ്ഞു അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഓരോ പ്രാവശ്യം പെയിൻ വൈകുന്നേരം തന്നെ വരാൻ തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല എന്നെ ഡെലിവറി സമയത്ത് കേൾക്കില്ല. കോവിഡ് ആയിട്ട് നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ സമയത്ത് തന്നെയാണെങ്കിലും എന്നെ 2 മണിയാവുന്ന സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഡെലിവറി സമയം അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ ഒരു കാര്യം, ഈ സംഭവം പ്രസവിക്കുന്ന എന്താണെന്നുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ഭർത്താക്കന്മാർ. എങ്കിലേ ഉള്ളൂ ഭാര്യമാർ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എത്ര വേദന അനുഭവിക്കുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.